നമസ്കാരം. ഇറാനെതിരായ തിരിച്ചടിയിൽ ഇസ്രായേലിനൊപ്പം പങ്കെടുക്കില്ലെന്ന യുഎസിന്റെ മുന്നറിയിപ്പോടെ ഇസ്രായേൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന ചോദ്യമാണ് ലോകമുയർത്തുന്നത്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഒരു തരത്തിലും യുഎസ് പങ്കെടുക്കില്ലെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയത്. ഇതോടെ എടുത്തുചാടി ആക്രമണം നടത്താതെ സമയവും കാലവും അനുസരിച്ച് തിരിച്ചടിക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതേസമയം അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഇറാനെതിരെയുള്ള പ്രതികരണം എങ്ങനെയാകണമെന്നതിൽ തീരുമാനമെടുക്കാതെ ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് യോഗം പിരിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തീരുമാനങ്ങൾ ഉണ്ടെന്നും പരസ്യമായി നൽകാതെ രഹസ്യമായി തിരിച്ചടിക്കാനാണ് നീക്കമെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വാർ ക്യാബിനറ്റ് പിരിഞ്ഞത്. അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇസ്രായേൽ ദിനപത്രമായ ഇസ്രായേൽ ഹയോം റിപ്പോർട്ട് ചെയ്തത്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നത് വ്യക്തമാണെന്നും വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇറാനെതിരെ തിരിച്ചടി വേണമെന്നതിനെ ഇസ്രായേൽ വാർ ക്യാബിനറ്റ് അനുകൂലിച്ചെങ്കിലും ഇതെങ്ങനെ വേണമെന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകളിലുണ്ട്. ഇറാനെതിരായ തിരിച്ചടി ശ്രദ്ധയോടെ ആകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാനെതിരെ തിരിച്ചടി നടത്തുമ്പോൾ തന്ത്രപരമായി വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ വിജയകരമായി പ്രതിരോധിച്ചതായിട്ടാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ 99% ഇസ്രായേൽ തകർത്തതായും ഇത് ഇറാനുമേൽ ഇസ്രായേലിനുള്ള സൈനിക ആധിപത്യം വ്യക്തമാക്കുന്നതാണെന്നുമാണ് US അധികൃതരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം 300-ലേറെ ഡ്രോണുകളും മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വർഷിച്ചത്. എന്നാൽ ഇവയിൽ മിക്കതും ലക്ഷ്യത്തിലെത്തും മുൻപേ ഇസ്രായേൽ സേന തകർത്തിരുന്നു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനായി ഇസ്രായേലിനൊപ്പം അണിനിരന്നു. ഇറാൻ തൊടുത്തുവിട്ട ഡസൻ കണക്കിന് മിസൈലുകളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തത്. ഏകദേശം 80-ലേറെ ഡ്രോണുകളും 6 ബാലിസ്റ്റിക് മിസൈലുകളും US യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചേർന്ന് തകർത്തതായിട്ടാണ് അവകാശവാദം. അതേസമയം ഇസ്രായേൽ തിരിച്ചടിച്ചാൽ മേഖലയിൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കുമെന്ന് ഇറാൻ, റഷ്യ വിദേശകാര്യ മന്ത്രിമാരും വ്യക്തമാക്കിയിരുന്നു. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പലവട്ടം യുദ്ധകാര്യ മന്ത്രിസഭ യോഗം ചേർന്നെങ്കിലും ഇറാൻ ആക്രമണത്തിനുള്ള തിരിച്ചടി സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ ഇസ്രായേലിനായില്ല. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ കനത്ത തിരിച്ചടി നൽകുമെന്ന് നെതന്യാഹുവും സൈന്യവും അറിയിച്ചിരുന്നു. എന്നാൽ തൽക്കാലം പ്രത്യാക്രമണത്തിൽ നിന്ന് പിൻവലിയാനാണ് ഇസ്രായേൽ തീരുമാനം. ഇറാന്റെ ആക്രമണത്തിന് കനത്ത മറുപടി നൽകണമെന്ന് മന്ത്രിമാരായ ബെന്നി ഗാൻസ്, നാഷണൽ യൂണിറ്റി പാർട്ടി നേതാവ് ഗാഡി ഈസൻകോട്ട് എന്നിവർ മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനെ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും IDF മേധാവി ഹെർസി ഹലേവിയും ശക്തമായി എതിർത്തതായി ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് എയർ ഇന്ത്യ ടെൽ അവീവിലേക്കുള്ള വിമാന സർവീസുകളും റദ്ദാക്കി. ഡൽഹിക്കും ടെൽ അവീവിനും ഇടയിൽ നേരിട്ടുള്ള സർവീസുകൾ തൽക്കാലം നിർത്തിവെക്കുന്നതായി എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കിയതായി PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിൽ നിന്ന് ഇസ്രായേൽ നഗരത്തിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തുന്നത്. വിസ്താര, ഇൻഡിഗോ, എയർ ഇന്ത്യ തുടങ്ങിയ എയർലൈനുകൾ ഇറാനിയൻ വ്യോമപാത ഒഴിവാക്കിയാണ് സർവീസ് നടത്തുന്നത്. പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾക്കായി ബദൽ പാതകൾ ചാർട്ട് ചെയ്തു. ബദൽ പാതകൾ ദൈർഘ്യമേറിയതിനാൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചേക്കുമെന്ന് മുതിർന്ന വൈഡ് ബോഡി എയർക്രാഫ്റ്റ് പൈലറ്റ് PTIയോട് പറഞ്ഞു. സുരക്ഷാ കണക്കിലെടുത്ത് ബദൽ പാതകൾ തിരഞ്ഞെടുത്തതോടെ യാത്രാ ദൈർഘ്യം അരമണിക്കൂറോളം കൂടിയിട്ടുണ്ട്. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർച്ച് 3-നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ ഇസ്രായേലിലേക്ക് സർവീസ് പുനരാരംഭിച്ചത്. സംഘർഷാവസ്ഥയെ തുടർന്ന് ശനിയാഴ്ചയാണ് വിസ്താരയും എയർ ഇന്ത്യയും സർവീസിലെ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. സിംഗപ്പൂർ എയർലൈൻസ് പോലുള്ള ആഗോള വിമാന കമ്പനികളും ഇതുവഴിയുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്.